ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 15, വിശുദ്ധ പൗലോസിൻ്റെ തിരുനാൾ. ആദിമ ക്രൈസ്തവ സന്യാസികളിൽ പ്രമുഖനായ പൗലോസ് ഈജിപ്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചെങ്കിലും പൗലോസിന് വിദ്യാഭ്യാസത്തിന് കുറവൊന്നും വന്നില്ല. ഡേസ്യൂസ് ചക്രവർത്തിയുടെ മതപീഡനത്തെ ഭയന്ന് പൗലോസ് 22-ാമത്തെ വയസ്സിൽ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ധരിച്ചും മരുഭൂമിയിൽ ലഭിക്കുന്ന പഴങ്ങൾ ഭക്ഷിച്ചും അദ്ദേഹം ഒരു ഗുഹയിൽ താമസമാക്കി. മതപീഡനം അവസാനിച്ചിട്ടും ദിവ്യ പ്രാണിദാനത്തിൻ്റെ മാധുര്യം മരുഭൂമിയിൽ ഏകാന്തതയിൽ തന്നെ തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പ്രവാചകനായ ഏലിയാസിന് സംഭവിച്ചതുപോലെ ഒരു കാക്ക ദിനംപ്രതി ഓരോ അപ്പം കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ 70 വർഷത്തോളം ജീവിതം തുടരുന്ന വേളയിൽ 90-കാരനായ ആന്റണി സന്യാസി പൗലോസിനെ സന്ദർശിച്ചു. അന്ന് കാക്ക 2 അപ്പം കൊണ്ടുവന്നിരുന്നു. ഇരുവരും ദൈവത്തിന് നന്ദിയർപ്പിച്ചു തീർന്നതും പൗലോസ് പറഞ്ഞു, ഞാൻ താമസിയാതെ മരിക്കും. അത്തനേഷ്യസ് താങ്കളെ ഏൽപ്പിച്ച വസ്ത്രത്തിൽ എന്നെ പൊതിഞ്ഞു വേണം സംസ്കരിക്കാൻ. ആന്റണി വസ്ത്രമെടുക്കാൻ തിരിഞ്ഞതും പൗലോസ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസ് സന്യാസിക്ക് 112 വയസ്സ് ഉണ്ടായിരുന്നു. ദൈവത്തിൽ ശരണം വയ്ക്കുന്നവർ ലജ്ജിക്കുകയില്ല. അവിടുത്തെ ആശ്രയിക്കുന്നവർ യാതൊന്നിനെയും ഭയപ്പെടുകയുമില്ല എന്ന പൗലോസിന്റെ സാക്ഷ്യം പോലെ ഞങ്ങളും കർത്താവിൽ ശരണം വയ്ക്കുന്നു. ഒരു നാളും ലജ്ജിതരായി തീരാതിരിക്കാനും യാതൊന്നിനെയും ഭയപ്പെടാതിരിക്കാനും കർത്താവെ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.